നമ്മളെ ബാധ ഒഴിപ്പിക്കാൻ ചെയ്ത ഹോമം കാരണം നീ ഓരോ യൂണിവേഴ്സിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഓരോ മൾട്ടിവേഴ്സിലോട്ട്. ഈ യൂണിവേഴ്സിൽ മൊത്തം പ്രേതങ്ങളാണ്. നീ അവരെയാണ് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും. ഗൈസ്, ഇത് മൂന്നാമത്തെ യൂണിവേഴ്സ് ആണ് ഗൈസ്. ഞാൻ ടി പി ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ടി പി ആവും, ചാവ് റിപ്പീറ്റ്. വേറൊരു സ്ഥലത്ത് ടി പി ആവും, ചാവ് റിപ്പീറ്റ്. ഇനി ഇത് ഏത് യൂണിവേഴ്സ് ആണെന്നും ഇവിടെ എന്തൊക്കെ കാണുമെന്നും എന്തായാലും നമ്മളൊരു കാര്യം പഠിച്ചു. നമ്മൾ ജുറാസിക് വേൾഡിൽ ചെന്നിട്ട് എന്ത് സംഭവിച്ചാലും ആദ്യം നമ്മൾ ടൂൾസ് ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ ജുറാസിക് പാർക്ക് ആയതുകൊണ്ട് ഇതിനി വല്ല ഗോഡ്സിലേരെ അണ്ണാക്കി തന്നെ എന്തൊക്കെയാണ് നിൽക്കണത്. ചെറുതായിട്ട് ഒരു ധൈര്യത്തിന് വേണ്ടി ഒരു ആക്സ് ഉണ്ടാക്കാം. ഗൈസ്, നമ്മൾ കുറച്ച് ടോർച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കയ്യിൽ വെച്ചേക്കാം. അപ്പോ സിബണേ ഗൈസ് അവിടെ എല്ലുവരുടെ അയണുണ്ട്. എടാ വാടാ ഇങ്ങോട്ട്, പേടിയാണ് സംസാരിച്ച് ഇംഗ്ലീഷാ. തോന്നിയതായിരിക്കും ഗൈസ്, തോന്നൽ ഗൈസ്, തോന്നൽ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ യവന്മാരെ കൊണ്ട് വലിയ ശല്യമല്ല യവന്മാരെ. ചിലപ്പോ മലയാളം മനസ്സിലായി കാണൂല, ഇംഗ്ലീഷ് ചോദിച്ചു നോക്കാം. എന്നാലും കം ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാ ഇത് എന്റെ തോന്നലാണോ അല്ലോ? എനിക്ക് ഇത്ര ഡൗട്ട് ഉണ്ട്. കണ്ട ഒരുത്തര അങ്ങനെ നമ്മൾ പേടി ജീവനും കൊണ്ടോടിക്കോ, ജീവനേ. ജീവനും കൊണ്ടോടിക്കോ. ഇത് പ്രേതത്തിന്റെ യൂണിവേഴ്സ് ആയിരുന്നല്ലേ. ഇവനാണ് കം ഔട്ട് കമ്മിൻസൈഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയണത്. ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല, അത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇങ്ങ് പോന്നു. എവിടെ കിടമുറിവ്? നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്, നീയോ? അല്ല, അവൻ. അപ്പൊ ഇത് വേസ്റ്റ് ആയില്ലേ? എന്റെ അറിവിൽ കുറച്ച് അയണും ലൈറ്റ് ഗേ കോൺക്രീറ്റോടെ വേണ്ടത്. കോൺക്രീറ്റ് എവിടെ പോയി എടുക്കുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അയണിന് താഴെ പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീണ്ടും ആഴങ്ങളിലേക്ക് പോവുകയാണ്. സിബണി, ഇത് എന്തേ കൊക്കയാ? കോൺക്രീറ്റ് ഒക്കെ ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്തോ. കണ്ടുപിടിച്ച് കഴിച്ച് നമുക്ക് ഡൈ കണ്ടുപിടിക്കണം. ബ്ലാക്ക് ഡൈ. ഗ്രേ കോൺക്രീറ്റ് വേണമെങ്കിൽ ഗ്രേ ഡൈ വേണം. ഗ്രേ ഡൈ വേണമെങ്കിൽ നമുക്കൊരു സ്ക്വിഡിനെ തല്ലിക്കൊല്ലേണ്ടി വരും, പക്ഷെ രാത്രിയാവുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ ഒരു സ്ക്വിഡ്. അല്ല സ്ക്വിഡ് മോണേ, ഇവിടെ നിന്ന് സ്ക്വിഡ് വല്ലതും ഉണ്ടാ? 3. ഇനി നമുക്ക് വേണ്ടത് ബോൺ മെയിലാണ്. ബോൺ മെയിലിന് ഗൈസ് നമുക്ക് മറ്റേ ഇടക്കിടയ്ക്ക് സംസാരിക്കണം. അവനൊരു മെസ്സേജ് കൊടുക്കാം ചാറ്റില്. നല്ല മെസ്സേജാണ്, നല്ലൊരു ഇതാണത്. അമ്പേ രാത്രിയാവണം, ഞാൻ പോയി ഒരെണ്ണത്തിന്റെ തല്ലിക്കൊല്ലട്ട്. ഇങ്ങനെയൊക്കെ തീർക്കമുള്ള സാധനം എൻ്റെ കയ്യിൽ ഉണ്ടാ. ഇങ്ങടാ ഒരു സ്കെലിട്ടനെ പോലെ ആവശ്യമില്ലാത്ത സമയത്ത് ഇഷ്ടം പോലെ അവന്മാർ. കോനത്തും പട്ടിയാ എൻ്റെ അടുത്ത് കളിക്കില്ല. ഞാൻ ഭയങ്കര ഡേഞ്ചറസ് പട്ടി എൻ്റെ കയ്യിലുണ്ട്. റോക്സിനെ വിളിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ എടുത്തിട്ട് ബോൺമേൽ അങ്ങോട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കിട്ടി. പേടിച്ചു ഞാൻ പെട്ടെന്ന്. നമുക്കിനി ഫുഡ് കഴിക്കാൻ കുറച്ചു നേരം. ഗൈസ്, അയൺ കിട്ടി. ഇനി അങ്ങോട്ട് തീർന്നടാ നീയൊക്കെ തീർന്നിനി. ഇതല്ല ഞാൻ ഉണ്ടാക്കുന്നത്. കോൺക്രീറ്റ് ആരുണ്ടാക്കും? നമുക്ക് വേണ്ടി ഈ സാധനങ്ങളൊക്കെ ഇവിടെ വച്ചേക്കണത് പോലെ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതായിരുന്നു നമുക്ക് ആവശ്യമുള്ള സാൻഡും ഗ്രാവലും. കേട്ട് ഞാൻ മടുത്തു. ഇങ്ങനെ ഒരെണ്ണം വെക്കുക. ആൻഡ് യെസ് ഗൈസ്, യെസ്. ഇനി എനിക്ക് തോന്നുന്നത് ഇത് വെള്ളത്തിൽ മുക്കിയാൽ ആൻഡ് കോൺക്രീറ്റ് ആയി. ഇനി നീ തീർന്നടാ. എല്ലാം തീർന്നു. ഞാൻ ഇങ്ങനെ കമത്തി വച്ചാൽ ഗൈസ്, ലൈറ്റ് ഗ്രേ കോൺക്രീറ്റ് ആയിരുന്നു.
Hey, where are you guys? തേങ്ങാക്കൂല പോടാ. വെള്ളപ്പൂ തപ്പി പോവാൻ കഴിച്ചു. നമുക്ക് വെള്ളപ്പൂര് ആവശ്യം. കളിക്കല്ലേ നീ ഒന്നും നോക്കോ. എന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഒരു Come outside. അമ്മോ കണ്ട് 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 കണ്ട ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ സമയം എന്താ? പ്ലീസ് പ്ലീസ് പ്ലീസ്. നീ അവിടെ നിന്നോ, ഞാൻ അവിടെ നിന്നോളാം. എനിക്ക് കുറച്ച് സാൻഡിന്റെ ആവശ്യം ഉണ്ടാവുന്നുണ്ട്. ഇനിയില്ല, ഇനിയൊരു സൂത്രം കാണിച്ചു തരട്ടാ. എടാ പൂടെ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. വാടാ, ഇനി വാടാ, നീ വാടാ. എടാ വാടാ. അവന് മീന്താ അറിയാം, മീൻ എന്താണ് മീൻ ഇവിടെ അല്ല പിന്നെ അമ്മോ. അവന് മീന്താ അറിയാം. എനിക്ക് മറ്റേ വെള്ളപ്പൂ വേണം. മറ്റേ വെള്ളപ്പൂവിന്റെ അകത്ത് ചുമന്റെ പൂവുള്ള പൂ വേണം എനിക്ക്. വരുമോ ഇതിലെ വെള്ളപ്പൂവേ? ഇതൊരു സീരിയൽ സ്റ്റൈൽ ചെയ്യാൻ ഗൈസ്. നൗസിന് വെള്ളപ്പൂ കിട്ടുമോ? നൗസ് വീണ്ടും അതിനെ കണ്ട് നിക്കറിൽ മുള്ളുമോ? എന്താണ് സംഭവിക്കുന്നത്? കേത്തിരുന്ന് കാണുക. നന്നായിട്ടുണ്ട്. ഫൈനലി ഇനി നമുക്ക് മറ്റേ ലൈറ്റ് ഗ്രേ ഉണ്ടാക്കണം. ഇതായിരുന്നു വേണ്ടിയിരുന്നത്. നീ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇടാ പോടാ, പേടിപ്പിക്കാതെ. 3 എണ്ണം പൊട്ടിക്കിട്ട് ഞാൻ ഓർത്ത്. സൈറൻ ഹെഡ് ശിവനെ. അമ്മച്ചി സൈറൻ. അമ്മച്ചി 2 എണ്ണം കൂടെ കവർ ചെയ്ത് തന്നെ കൊണ്ടുപോകട്ടെ. അമ്മച്ചി ഭൂമി ഇങ്ങനെ കുലുക്കാതെ എന്റെ കോൺസെൻട്രേഷൻ കളയാതെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ വന്ന സാധനവും പേടയിലും മറന്നും പോയെന്ന്. ഇത് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി. അമ്മച്ചി ഓടിക്കോ. ശിവനെ അടുത്തെത്തി. പോയി. അമ്മച്ചി പേടിക്കൊന്നുമില്ല. അങ്ങനെ ഞാൻ വരുന്നുണ്ട്. അമ്മച്ചി ഒരെണ്ണം ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നത് ഇതിന്റെ താഴെ വെച്ച് അറിയാൻ പറ്റി എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. റൈഫിൾ 24 ഗൈസ്. എല്ലാം അയണാണ്. ഇനി അയൺ തപ്പി എല്ലാണത്തിനെ തീർക്കും ഞാൻ. നമുക്ക് കേവിൽ പോയി അയൺ തപ്പാം ഗൈസ്. അതാ മിഷൻ റെഡി സെറ്റ് ഗോ ആക്ഷൻ. 20 minutes later. ഗൈസ് നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് വേണമെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യം ഒരു മിനി ഗൺ ഉണ്ടാക്കിയാൽ എല്ലാം തീരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒരു റൈഫിൾ അങ്ങോട്ട് ഉണ്ടാക്കാം. അസോൾട്ട് റൈഫിൾ. യെസ് ഓൾ ജോബ്. പിന്നെ എൻ്റെ അടുത്തോളം എൻ്റെ കോളേജ് ഇനിയും കുറച്ചും കൂടെ ആകാൻ വേണ്ടി വരും. മിക്കവാറും സീനൊന്നുമില്ല, നമുക്ക് തപ്പാം. അമ്മോ ഫൈനലി പരിശ്രമത്തിന് ശേഷം ഞാൻ ഗണ്ണും കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി 6 കളിക്കാനുള്ളത്. ഇനി വാടാ നീയൊക്കെ. അതിൻ്റെ ഉണ്ട 64 എണ്ണ ഉള്ളുവെങ്കിലും ഞാൻ എല്ലായിടത്തിലും തീർക്കുമെന്ന്. ഗായ്സ് ഇവിടെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നു. ആരെങ്കിലും കൊണ്ടാന്തോ ഗായ്സ്. ശിവനെ ഈ മഴയൊന്ന് തോഴട്ട്. അയ്യോ അമ്മച്ചേ.